എന്തായാലും നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ടീം ജസ്റ്റിസിൻ്റെ ടീം. അതെ, ജസ്റ്റിസ് എന്ന പദം നമ്മളെല്ലാവരെയും പരിചയപ്പെടുത്തി തന്ന സഞ്ജു സാംസൻ്റെ രാജസ്ഥാൻ റോയൽസ്. നമ്മൾ സഞ്ജുവിന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 2025 സഞ്ജു സാംസൺ 2020 ടീമിൽ സ്ഥിര സാന്നിധ്യമായി. എന്നാൽ 2025 ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് 2020 കളിക്കാൻ വരുന്നു. ജോഫ് ആർച്ചർ വന്ന് സഞ്ജു സാംസന്റെ വീക്ക്നെസ് മനസ്സിലാക്കി ജോഫ് ആർച്ചർ ഷോർട്ട് ബോൾ എറിഞ്ഞ് ഒന്നാമത്തെ കളി, രണ്ടാമത്തെ കളി, മൂന്നാമത്തെ കളി ഒരേ പാറ്റേണിൽ ഔട്ടാക്കി സ്വന്തം രാജസ്ഥാൻ്റെ ക്യാപ്റ്റനെ ഔട്ടാക്കി നാണം കെടുത്തി പുറത്തു വിടുന്നു. സഞ്ജു, നീ അവനെ 2-3 കളിയിൽ കളിപ്പിക്കരുത്. പൊന്നും വില കൊടുത്തൊക്കെ എടുത്തുകയാണെങ്കിലും എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നീ ഒരു ക്യാപ്റ്റനല്ലേ, അതിൻ്റെ റെസ്പെക്റ്റ് എങ്കിലും നീ അവന് നിന്നോട് കാണിച്ചു കൂടായിരുന്നു. ഇങ്ങനെ തന്നെ ഔട്ടാക്കി നാണം കെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതൊരു വേറൊരു സബ്ജക്റ്റാണ്. നമുക്കിനി ആ ടീമിലേക്കൊന്ന് പോകാം. 2008 ഷെയ്ൻ വാട്സൺ എന്ന ആസ്ട്രേലിയൻ കുതന്ത്രശാലിയിലൂടെ ഒരു കപ്പ് ഉയർത്തുന്നു. ആ ടീം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ജസ്റ്റിൻ ലാംഗർ, വാട്സൺ, രവീന്ദ്ര ജഡേജ, സൊഹൈൽ തൻവീർ, മുനാഫ് പട്ടേൽ അടങ്ങുന്ന ഒരു ചെറിയൊരു ടീമായിരുന്നു. എന്നാൽ ആ ഒരു ആസ്ട്രേലിയൻ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ആ ആസ്ട്രേലിയൻ ഒരു ക്യാപ്റ്റൻസി, ആ ഒരു അഗ്രസീവ് ക്രിക്കറ്റ് എല്ലാം ഷെയ്ൻ വാൺ എന്ന ഒരു ക്യാപ്റ്റനെ ആ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. 2008 IPL ലോഞ്ച് ചെയ്യുന്നു. ആദ്യത്തെ വർഷം തന്നെ കപ്പടിച്ചു കൊടുക്കാൻ ടീമിനാകുന്നു. പിന്നെ അങ്ങോട്ട് പരിശോധിക്കുമായിരുന്നെങ്കിൽ അത്ര ഒരു നല്ല വർഷങ്ങളൊന്നും ആയിരുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ നല്ല പ്ലേയേഴ്സിനെ ഒന്നും അവർ പിക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വന്ന് കളിക്കുന്നു, എടുക്കുന്നു, പോകുന്നു എന്ന് പറയാം. 2022 റണ്ണേഴ്സപ്പായിട്ട് രാജസ്ഥാൻ റോയൽസ് മാറി. 2023 പരിശോധിക്കുമ്പോൾ 5ാമത്തെ പൊസിഷനിലും 2024 പരിശോധിക്കുമ്പോൾ 3ാമത്തെ പൊസിഷനിലും ടീം എത്തുന്നു. നോക്കുകയാണെങ്കിൽ 2024 ഏകദേശം 9 കളിയിൽ 8 മത്സരം ജയിച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ്. നല്ലൊരു പെർഫോമൻസ് 2024 കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ടീം മാനേജ്മെന്റ് സഞ്ജുവിൽ അർപ്പിച്ച വിശ്വാസം സഞ്ജുവിന് കാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2022 നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു കപ്പ് ഒരു മലയാളിയിലൂടെ രാജസ്ഥാൻ റോയൽസ് ജയിക്കട്ടെ. എന്നാൽ 2024 പെർഫോമൻസ് കണ്ടപ്പോൾ വാവ് എന്ന് പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു. നല്ല പെർഫോമൻസ്, കണ്ടിന്യൂസ് 8 കളിയിൽ ജയിക്കുന്നു, ഒരു കളിയിൽ പരാജയപ്പെടുന്നു. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേന് ആ ഒരു പെർഫോമൻസ് ആണ് അവരെ നമ്പർ 3 കൊണ്ടെത്തിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. എന്നാൽ സഞ്ജുവിനെ സംബന്ധിച്ചോളം ഏതെങ്കിലും പുള്ളിയുടെ മേലുള്ള ഒരു പ്രഷർ അത് ക്യാപ്റ്റൻസിയിലായാലും ടീമിൻ്റെ പെർഫോമൻസിനായാലും ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ പ്രാവശ്യം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ആ ടെൻഷൻ്റെയോ ആ പ്രഷറിൻ്റെയോ ഒന്നും കാര്യമില്ല. സഞ്ജു ഏകദേശം 2020 ഒരു സ്ഥിര സാന്നിധ്യമായി മാറി ഒരു നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സഞ്ജുവിനാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ 2025 റിട്ടൻഷൻ വരുന്നു. അവർ ചില പ്ലേയേഴ്സിനെയൊക്കെ നിലനിർത്തുന്നു. അവരുടെ ക്യാപ്റ്റനായ സഞ്ജു സാംസണെയും ജയ്സ്വാളിനെയും റയാൻ പരാഗിനെയും ജുഡേലിനെയും ഹിറ്റ്മേറിനെയും സന്ദീപ് ശർമ്മയെ അവർ നിലനിർത്തുന്നു. ടീമിനൊപ്പം 4 ഇന്ത്യൻ താരങ്ങളെ നിലനിർത്തുന്നു. നല്ലൊരു ഡിസിഷൻ തന്നെ വേണം. സഞ്ജു സാംസൺ ആയാലും ജയ്സ്വാളിനായാലും റയാൻ പരാഗ് ആയാലും ജുഡേലായാലും സന്ദീപ് ശർമ്മയായാലും നല്ല ഒരു തീരുമാനമായിരുന്നു. അവരെ ടീമിനൊപ്പം റിട്ടേൺ ചെയ്യുന്നു, ടീമിനൊപ്പം അവരെ നിലനിർത്തുന്നു. എന്നാൽ അവരുടെ ഒരു സ്റ്റാർ പ്ലെയർ ആയിരുന്ന ജോസ് ബട്ട്ലറിനെ ടീമിൽ നിന്ന് പുറത്താക്കുന്നു. ഏകദേശം 34 വയസ്സുള്ള ജോസ് ബട്ട്ലറെ അവർ ടീമിൽ നിന്ന് പുറത്താക്കുന്നു. ജോസ് ബട്ട്ലറിൻ്റെ പെർഫോമൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ IPL ജോസ് ബട്ട്ലർ ടീമിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു എന്ന് നമുക്ക് ചോദിക്കേണ്ടതായി വരും. എങ്ങനെയായാലും 4, 5, 6 സ്ഥാനത്തൊക്കെ ഇപ്പോഴും IPL പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് ജോസ് ബട്ട്ലർ. ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പുള്ളിക്കാവും. പുള്ളി ഒരു ഋതത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഹിറ്റർ തന്നെയാണ്. ടീമിന് നല്ലൊരു ഘടകമായ റഷീദും ചഹാലും ടീമിന് പുറത്തേക്ക് പോകുന്നു. അവരുടെ നല്ല സ്പിൻ മുനയായിരുന്ന 2 സ്പിന്നർമാരെ ടീമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ അവരെന്തോ ശ്രീലങ്കൻ സ്പിന്നർമാരിലേക്ക് പരീക്ഷിക്കാൻ പോകുന്നു. അവർ ടീമിലേക്ക് അസരൻകയും തീഷ്ണതയും കൊണ്ടുവരുന്നു. അങ്ങനെ എന്തായാലും അവരുടെ മോസ്റ്റ് സീനിയർ പ്ലെയറായ ജോസ് ബട്ട്ലറിനെയും അശ്വിനെയും ചഹാലിനെയൊക്കെ പുറത്താക്കിക്കൊണ്ട് അങ്ങനെ ഒരു പുതിയ ടീമിലേക്ക് അവർ പോകുന്നു. നമുക്ക് അവരുടെ പ്ലേയിങ് 11 ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ജയ്സ്വാളിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഇന്ത്യൻ ടീമിലെ ടെസ്റ്റിലും 2020 സ്ഥിര സാന്നിധ്യമായൊരു പ്ലെയറാണ്. ODIയിലേക്ക് ഈ പ്രാവശ്യം പുള്ളി വിളിച്ചു വരുത്തി അപമാനിക്കേണ്ടായിരുന്നാണ് ഞാൻ പറയുന്നത്. ഒരു റിസർവ് പ്ലെയർ ആക്കി ടീമിനെതിരെ വെക്കേണ്ട ഒരു സാഹചര്യം വന്നു. എന്നാൽ അതിൻ്റെയൊക്കെ ദേശീയൻ്റെ അഭിപ്രായത്തിൽ പുള്ളി ഈ IPL തീർക്കും നല്ലൊരു പെർഫോമർ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നല്ല സ്കോർ ചെയ്യാനും ഈ പുള്ളിക്ക് ഈ പ്രാവശ്യം എന്തായാലും കഴിയുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ സഞ്ജു സാംസൺ അവരുടെ ക്യാപ്റ്റൻ. പിന്നെ മൂന്നാമതായിട്ട് നോക്കുമ്പോൾ റയാൻ പരാഗിനെ സംബന്ധിച്ചോളം എന്ത് നല്ല മനോഹര ഇന്നിങ്സ് ആയിരുന്നു 2024.
573 റൺസും ഏകദേശം ആവറേജ് 52.04 ആവറേജ് ഒരു പ്ലെയറാണ്. എന്തുകൊണ്ടും ഒരു സ്പിൻ ഓപ്ഷനും കൂടെയാണ്, ഒരു ഓൾറൗണ്ടറാണ്. പുള്ളി നമുക്ക് സ്പിന്നിനായിട്ട് ഉപയോഗിക്കാം, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ 4ാം നമ്പർ നോക്കുകയാണെങ്കിൽ അവരുടെ ലെഫ്റ്റ് ഹാൻഡർ ഇപ്പോൾ ടീമിനൊപ്പം ചേർന്ന നിതീഷ് റാണയെ സംബന്ധിച്ചിടത്തോളം കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ അവിടെ കഴിഞ്ഞു. എന്നാൽ ഡൽഹിയിലേക്ക് പോയി ഡൽഹിക്ക് വേണ്ടി അത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ 2024 പുള്ളിക്കായില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല, നിതീഷ് റാണയ്ക്ക് ഈ പ്രാവശ്യം ഒരുപാട് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബോൾ ചെയ്യാനും 1-2 ഓവറൊക്കെ ചെയ്യാൻ കഴിവുള്ള ബോളറാണ്, നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു ഇന്നിങ്സ് നിതീഷ് റാണയെ കാഴ്ചവെക്കട്ടെ. പിന്നെ നോക്കുമ്പോൾ ജുറേലിനെ സംബന്ധിച്ചിടത്തോളം 2020 വിക്കറ്റ് കീപ്പർ ആണ്. ടീമിൽ അധികം പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. നല്ല ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് രാജസ്ഥാന് വേണ്ടി കാഴ്ചവെക്കാൻ എപ്പോഴും ജുറേൽ ആയിട്ടുണ്ട്. പിന്നെ പരിശോധിക്കുമ്പോൾ അവരുടെ ഹിറ്റ്മാനെ സംബന്ധിച്ചോളം നല്ലൊരു ഹിറ്ററാണ്. ഏകദേശം 6ാം പൊസിഷനിൽ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഹിറ്റ്മാൻ. പിന്നെ അവിടെ പരിശോധിക്കുമ്പോൾ നോക്കുന്നത് സന്ദീപ് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സീരീസ് ആയിരുന്നു 2024. ഏകദേശം 11 കളിയിൽ നിന്ന് 13 വിക്കറ്റ് നേടാൻ സന്ദീപ് ശർമ്മയ്ക്കായി. ബെസ്റ്റ് എന്ന് പറയുന്നത് 18 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് നേടിയതാണ്. സന്ദീപ് ശർമ്മയും സംബന്ധിച്ചിടത്തോളം ധോണിയുടെ ഒരു കീ പ്ലെയർ തന്നെ ആയിരുന്നു മുൻകാലങ്ങളിൽ. അതുകൊണ്ട് സന്ദീപ് ശർമ്മയും എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അവരുടെ പ്രൈം ബോളർ ജോ ഫാച്ചറിനെ സംബന്ധിച്ചിടത്തോളം അവർ പൊന്നും വില കൊടുത്ത് ഈ വർഷം ടീമിനൊപ്പം ചേർത്തതാണ്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. പക്ഷേ ഇന്ത്യൻ സീരീസും ചാമ്പ്യൻസ് ട്രോഫിയും നോക്കുകയാണെങ്കിൽ അത്ര നല്ലൊരു പ്രൈം ടൈമിലാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാലൊരു ഋതത്തിലേക്കൊക്കെ തിരിച്ചു വരികയാണെങ്കിൽ ടീമിന് എന്തുകൊണ്ടും നല്ല ഒരു അസറ്റ് തന്നെയാണ് ആർച്ചർ. ഒതുക്കുമ്പോൾ മഹേഷ് തീക്ഷ്ണ ഒരു നല്ല സ്പിന്നറാണ്. നല്ല പെർഫോമൻസ് തുടക്കത്തിൽ ബാറ്റിംഗ് പവർ പ്ലേയിലൊക്കെ ബോൾ ചെയ്യിപ്പിക്കാൻ കഴിയും. അസരങ്കയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി കൺസേൺ ഒന്നും ഇല്ലെങ്കിൽ അസരങ്ക നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നല്ല വെറൈറ്റി ബോളിംഗ് അറിയാനും ഒരു മിസ്റ്ററി സ്പിന്നറായിട്ടൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നമ്പർ 11 പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദേശ് പാണ്ഡ്യ ഒരു ബോളറേയും കൂടെ ആഡ് ചെയ്യാനായിരിക്കും ചാൻസ്. 3 ഫാസ്റ്റ് ബോളറും 2 സ്പിന്നറുമായിട്ട് പോകാനായിരിക്കും ചാൻസ്. ദേശ് പാണ്ഡ്യയെ കൂടെ ടീമിനൊപ്പം എനിക്കൊന്ന് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് ഫറൂഖി എന്നൊരു ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ഡുബെ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇത് ഏത് ഓപ്ഷനുമായിട്ട് അവർക്ക് വേണ്ടി പോകാൻ കഴിയും. എന്തുകൊണ്ട് നോക്കുമെങ്കിൽ നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പാണ്. ഏകദേശം ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഉണ്ട്. നല്ല ഒരു വെയിറ്റ് ക്ലാസ് ബോളർമാരുണ്ട്. എന്തുകൊണ്ട് നല്ലൊരു ബാലൻസിങ് സൈഡ് തന്നെയാണ്. ടീമിന് പ്ലേ ഓഫിലേക്ക് വരാൻ കഴിയും. സഞ്ജുവിലൂടെ പിന്നെയും ഒരു കപ്പ് ഉയർത്താൻ രാജസ്ഥാൻ റോയൽസിന് ആവട്ടെ.